പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മലയാളി പെന്തക്കോസ്റ്റൽ യൂത്ത് ഫോറം യൂത്ത് ഫ്രണ്ട്സ് എന്ന ഈ ഗ്രൂപ്പിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻ അതുപോലെ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു സോ മച്ച്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ ലഭിച്ച ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഇന്ന് ചില നിമിഷങ്ങൾ നിങ്ങളോടുകൂടെ ചേർന്ന് സംസാരിക്കുമ്പോൾ വിശ്വസ്തനായിരിക്കുന്ന ദൈവം എന്ന ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 2 Timothy chapter 2 verse number 13. 2 Timothy chapter 2 and verse number 13. If he believe not, yet he abideth faithful, he cannot deny himself. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. Amen. God is faithful in his promises. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും എന്നേക്കും അവിടുന്ന് വിശ്വസ്തനായി തന്നെ പാർക്കുന്നു. God never changes his word. God never changes his promises. Is always yes in Christ Jesus. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായം അതിൻ്റെ 21-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ക്രിസ്തു യേശുവിൽ ഉവ്വ് ആമേൻ എന്നത്രേ. ഈ പ്രഭാതത്തിൽ നമ്മൾ എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തത, എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? How the faithfulness of God can be benefited in our lives. It is only by faith and believing and trusting in the promise of God. ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്നു. അതാണ് ബൈബിളിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബൈബിൾ ക്യാരക്ടേഴ്സിനെയും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം, ദൈവം പറഞ്ഞതിൽ അവർ വിശ്വാസം അർപ്പിച്ചു. സോ അവർ ഫെയ്ത്ത് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ ലിവിങ് ഗാഡ്. വാക്ക് മാറാത്ത ദൈവത്തിലുള്ള അചഞ്ചലമായിരിക്കുന്ന നമ്മുടെ വിശ്വാസം, ഇഫ് വി ക്യാൻ പുട്ട് അവർ ട്രസ്റ്റ് ഇൻ ദ പ്രോമിസ് ഓഫ് ഗാഡ്, ഈ ലോകത്തിൽ പിന്നെ നടക്കാൻ പോകുന്നതെല്ലാം അത്ഭുതകരമായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഇന്നും കർത്താവ് വിശ്വസ്തനായി പാർക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടുന്ന് വിശ്വസിക്കുന്നവരെക്കാൾ കൂടുതലധികം വിശ്വസ്തയോടെ ആയിരിക്കുന്ന ഒരു ദൈവം. ആമേൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ ഐ എം സോ ഹാപ്പി, ഐ എം സോ glad that this promises, the promises which God promised, it is ever changing, unchanging, and it is settled forever in heaven. നമ്മൾ പഴയ നിയമം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത ജനറേഷനുകൾ മാറിയിട്ടും ദൈവം പറഞ്ഞ കാര്യത്തിൽ ആരൊക്കെ വിശ്വസിച്ചുവോ ദൈവത്തിൻ്റെ വിശ്വസ്തത അവർക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. അതാണ് പഴയ നിയമം മുഴുവനും നമ്മൾ കാണുന്നത്. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തു യേശുവിൽ കൂടി അതിൻ്റെ ആ വിശ്വസ്തതയുടെ പൂർണ്ണതയാണ് നമ്മൾ വീണ്ടും പുതിയ നിയമത്തിൽ കാണുന്നത്. യേശു ക്രിസ്തുവിൽ കൂടി നമ്മൾ കാണുന്നത്
വി ക്യാൻ സി ദ കണ്ടിന്യൂറ്റി, അതിൻ്റെ അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് യേശുക്രിസ്തുവിൽ കൂടി നമ്മളിൽ വെളിപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. ടുഡേ ഇന്നത്തെ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം ചലഞ്ചസിൽ കൂടി, ചലഞ്ചസ് ആഫ്റ്റർ ചലഞ്ചസ്, ഓരോ ദിവസങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദിസ് മോർണിംഗ്, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ആ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. സോ വി നീഡ് ടു ബിലീവ് വാട്ട് ഗോഡ് സെഡ്. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയപ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയാണ് നമുക്ക് നൽകിയത്. എന്താണ് ഭൂമിയെ എങ്ങനെയാക്കി തീർക്കാം, ഭൂമിയെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ഭൂമിയാക്കി എങ്ങനെ മാറ്റാം, അതിനാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, എൻ്റെ ഇഷ്ടം നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സോ ഈ ഭൂമിയെ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ ആ മാസ്റ്റർ പ്ലാനിലുള്ള ഒരു ഭൂമിയാക്കി മാറ്റുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, യു ഹാവ് ടു ബി മൈ റെപ്രസെൻറ്റേറ്റീവ്സ്. നിങ്ങൾ എൻ്റെ അംബാസഡേഴ്സായി, പ്രതിനിധികളായിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ നിൽക്കുക. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത്. ഒന്ന്, കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. രണ്ട്, കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് ആൻഡ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈ രണ്ട് കാര്യങ്ങൾ, നമ്മളെ കൂടാതെ ഒരു കാര്യങ്ങളും ദൈവത്തിന് ഈ ഭൂമിയിൽ ചെയ്യുവാൻ താല്പര്യമില്ല. സോ ഗാഡ്സ് ഇൻറ്റൻഷൻ, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഭൂമിയുടെ മുഴുവൻ പ്രകാശമായിരിക്കാൻ, ലോകത്തിൻ്റെ മുഴുവൻ വെളിച്ചമായിരിക്കാൻ, ഭൂമിയുടെ ഉപ്പായിരിക്കാൻ. സോ രണ്ട് റെസ്പോൺസിബിലിറ്റി, രണ്ട് ഉദാഹരണങ്ങളിൽ കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും, ദ പ്രോമിസസ് ആർ റിമൈനിങ്, വാഗ്ദത്തങ്ങളെല്ലാം ശേഷിക്കുന്നു, എല്ലാ വാഗ്ദത്തങ്ങളും നമുക്കായി ശേഷിക്കുന്നു. സോ all we need to do is put our trust in the faithfulness of the one who promised. ആ വാഗ്ദത്തം പറഞ്ഞവനിൽ, വിശ്വസ്തനായിരിക്കുന്നവൻ്റെ വാഗ്ദത്തത്തിൽ നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ സംഭവിക്കുന്നതെല്ലാം വലിയ കാര്യങ്ങളായിരിക്കും. So we need to put our trust in the faithfulness of the one who promised. Amen. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ the privilege, we need to know the privilege and the access that we have. ഒന്ന് നമ്മൾ അറിയണം, യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്, ലോകത്തിൻ്റെ പാപം ചുമന്നഴിക്കുന്ന കുഞ്ഞാട്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, നിങ്ങൾ എന്താണ് ലോകത്ത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മുഴുവനും നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. What you are looking for and what you are searching for, you can find in Jesus Christ. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്മൾ കണ്ടത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. പിന്നീട് യേശു കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവർ ആരുമില്ല. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെയൊരു പ്രസ്താവന പറയുന്നത്? എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ ഇവനിലും വലിയവൻ തന്നെ. നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് കർത്താവ് അവിടെ പറയുന്നത്. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവരായിരിക്കും സ്വർഗരാജ്യത്തിൽ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഇന്ന് ആയിരിക്കുന്നു നാം ഓരോരുത്തരും. എന്നാൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, ദ പ്രിവിലേജ് ആൻഡ് ദ പ്രോമിസ് ആൻഡ് ദ പ്രിവിലേജ് ദാറ്റ് വി ഹാവ്. നമ്മൾ ഈ ഭൂമിയിൽ ആരായിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കാരണം യോഹന്നാൻ സ്നാപകന് മുൻപ് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇതാ അവൻ വരുന്നു, ഇതാ അവൻ വരുന്നു, നിങ്ങൾ അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ ജനറേഷൻസ് മുതൽ ജനറേഷനുകൾ ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാ പ്രോഫിറ്റ്സും, പ്രോഫിറ്റ്സ് എല്ലാം പ്രവചിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ഇതാ അവൻ വരുന്നു, ഇതാ അവൻ വരുന്നു. സോ
Everybody was anticipating and looking forward to see the coming of the glorious appearance of the king. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങളുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു. ഇത് ഈ പഴയ പ്രവാചകന്മാരെല്ലാം ഇത് പറയുന്നു. യോഹന്നാൻ സ്നാപകൻ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു എന്ന് കാട്ടിക്കൊടുക്കുന്നു. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങളെക്കാൾ പറഞ്ഞ യോഹന്നാനേക്കാൾ വലിയവരാണ് നിങ്ങൾ. ഇത്ര വലിയ പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെങ്ങനെ നമ്മൾ വലിയവരാകുന്നത്? നമ്മൾ വലിയവരാകുന്നത് നമുക്ക് ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വേണം. എന്താണ്? പ്രവാചകന്മാരെല്ലാം ഇതാ അവൻ വരുന്നെന്ന് പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു ഇതാ അവൻ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കോ അവൻ ദൂരത്ത് നിൽക്കുന്നവനല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരുവനാണ് ഏറ്റവും വലിയവരായിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ലോകത്തിലുള്ള ആരെക്കാട്ടിലും വലുതാണ്. വി ഹാവ് ദ പ്രിവിലേജ്, വി ഹാവ് ദ പൊട്ടൻഷ്യൽ, വി ഹാവ് ദ എബിലിറ്റി, വി ഹാവ് ഡിവൈൻ പ്രോമിസസ്, വി ആർ ഡിവൈൻലി ബാക്ക്ഡ് അപ്പ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സകല പൊട്ടൻഷ്യലും യേശുക്രിസ്തുവിൽ നൽകപ്പെട്ടിരിക്കുന്നത് മുഴുവനും വഹിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:27 അവിടെ പറഞ്ഞിരിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു യേശു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. സോ ഇത്രയും വലിയവനായ എല്ലാ പ്രോഫറ്റ്സും നോക്കിക്കൊണ്ടിരുന്ന അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ക്രിസ്തു, യോഹന്നാൻ വരെ കാട്ടിക്കൊടുക്കുന്ന ക്രിസ്തു, അവർക്കൊന്നും അവരുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു അവസരം അവർക്ക് ആർക്കും കിട്ടിയില്ല. എന്നാൽ നമുക്ക് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ഒരവസരം ലഭിച്ചത്. നമ്മുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നത് കൊണ്ട് നമ്മൾ ഓർക്കണം, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. Now, when you come to believe the promises of God, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഇഫ് എനിവൺ കംസ് ടു ഗോഡ് ദാറ്റ് ഹി മസ്റ്റ് ബിലീവ് ഗോഡ് ഈസ് ആൻഡ് ഹി ഈസ് എ റിവാർഡർ ഓഫ് ദോസ് ഹു ഡിലിജൻ്റ്ലി സീക്ക് ഹിം. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുന്നു എന്നും അറിയേണ്ടതല്ലയോ? ഓക്കെ, വിശ്വസിക്കുന്ന ഒരാളിന് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും അറിയേണ്ടതല്ലയോ? ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഇറ്റ് ഈസ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടത്തേക്ക് വേണ്ടി. അവനെ അന്വേഷിക്കുന്നതിന് പ്രതിഫലമുണ്ട്, അവൻ്റെ കൂടെ നടക്കുന്നതിന് പ്രതിഫലമുണ്ട്, അവൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നതിന് പ്രതിഫലമുണ്ട്. സോ ഇതിനെല്ലാം നമുക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഓരോ വ്യക്തികൾക്കും അവിടുന്ന് നൽകിയിരിക്കുന്ന ആ വലിയ പ്രോമിസ് എന്ന് പറയുന്നത്, ഇഫ് യു ക്യാൻ ബിലീവ് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ്. കാരണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ് നമ്മൾ വലിയവരാണെന്ന്. എങ്ങനെയാണ് നമ്മൾ വലിയവരാകുന്നത്? ഈ പരിജ്ഞാനത്തിൽ കൂടെയാണ് നമ്മൾ വലിയവരായി മാറുന്നത്. രാജകുടുംബത്തിൽ ജനിച്ചിട്ട് രാജകുടുംബത്തിൻ്റെ പ്രിവിലേജസ് എല്ലാം അറിഞ്ഞിട്ട് അതൊന്നും പ്രായോഗിക ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത ഒരാളിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്നാൽ നാം തിരിച്ചറിയണം, നമുക്ക് ലഭിച്ചത് എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു കേവലം ഈ ലോകത്തിലൊരു സാധാരണക്കാരെ പോലെ ജീവിച്ച് സാധാരണക്കാരെ പോലെ മരിക്കാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു അസാധാരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. We have to lead an extraordinary life. And not only that, കർത്താവ് പറഞ്ഞു, അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. സോ നൗ യു സോ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും നമ്മൾ അറിയേണ്ടതല്ലയോ? സോ ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു റിവാർഡ്. പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യത്തിന് പോലും പ്രതിഫലമുണ്ട്. സോ ഗാഡ് ഈസ് എ റിവാർഡർ. ആ പ്രതിഫലം നോക്കിയല്ല നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്. എങ്കിലും ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ്, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ we have the privilege to serve him, but still we need to know there is reward. അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. സോ വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ഇന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് we can boldly believe in his promises. എന്താ വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിശ്വസിക്കേണ്ട കാര്യമില്ല, ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി വിശ്വസിച്ചാൽ മതി.
അപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവത്തെ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമേ അല്ല. So anyone who comes to God, he must believe God. There is God and he is a rewarder of faith. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരാൾ നിശ്ചയമായിട്ടും വിശ്വസിക്കണം, ദൈവമുണ്ട്, എനിക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. സോ നമ്മൾ എന്നാ പറയുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു പറഞ്ഞൊരു കഥ ഇതാണ്. യേശു പറഞ്ഞൊരു ഒരു ഒരു ഉപമ, അതായത് വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് തരണമേ, ഞങ്ങൾക്ക് ഇതൊന്നും പോരാ എന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുന്ന കാര്യം ദേ ജസ്റ്റ് വാണ്ട് ടു ഡു ഗ്രേറ്റർ തിങ്സ്. സോ അവർക്ക് വലിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ആക്ച്വലി ഈ തലമുറയിൽ നമുക്ക് വേണ്ടത് വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ മിനിസ്ട്രിയാണ്. അത് എന്താ പറയുന്നത്, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഡയമണ്ടിനെക്കാട്ടിലും ഗോൾഡിനെക്കാട്ടിലും സിൽവറിനെക്കാട്ടിലും ഏറ്റവും വിലയുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സോ അവർ ഫെയ്ത്ത് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ വൺ ഹു പ്രോമിസ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസ്തനായ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, അതാണ്. അപ്പോൾ ലൂക്കോസ് 17 വരുമ്പോൾ നമ്മളവിടെ കാണുന്ന കർത്താവ് പറയുന്ന ഒരു കഥ, ഇവിടെ ഒരു ഉപമ പോലെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ ദാസൻ വയലിൽ നിന്ന് വന്ന് വളരെ ക്ഷീണിച്ച് അവശനായിട്ട് ജോലിയെല്ലാം ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ, നീ പോയി വിശ്രമിച്ചോ എന്ന് അല്ല യജമാനനോട് പറയുന്നത്, നീ പോയി എനിക്ക് അത്താഴം ഒരുക്കുക. അപ്പോൾ അവൻ പോയി എന്ത് ചെയ്യുന്നു, അത്താഴം ഒരുക്കുന്നു. അത്താഴം ഒരുക്കുക മാത്രമല്ല, പിന്നെ പോയി അവനെ എന്ത് ചെയ്യുന്നു, ശുശ്രൂഷിക്കുന്നു. അപ്പോൾ രാവിലത്തെ ജോലി മുഴുവനും ചെയ്ത് വളരെ ക്ഷീണിച്ച അവശനായി വന്നിരിക്കുന്ന ദാസൻ വീണ്ടും വീട്ടിൽ വന്ന് അല്പം വിശ്രമിക്കുകയല്ല, വീണ്ടും എന്താ ചെയ്യുന്നത്, വീണ്ടും അത്താഴം ഉണ്ടാക്കി യജമാനനെ ശുശ്രൂഷിച്ച് അരകെട്ടി അവനെ ശുശ്രൂഷിച്ച് അവന് തൃപ്തിയായതിനു ശേഷം മാത്രമേ അവിടുത്തെ ജോലിയെല്ലാം തീരുന്നുള്ളൂ. ഇത് കർത്താവ് പറഞ്ഞത് ഒരു എന്താ പറയുന്നത്, ഒരാളെ എത്രത്തോളം അങ്ങ് കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് വിശ്വാസത്തെ മാക്സിമം ഉപയോഗിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തിട്ട് ഇനിയിപ്പം ഒരു വർഷത്തേക്ക് ഞാൻ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളല്ല വിശ്വാസവീരൻ. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ഒരു ദാസനെ പോലെ ഉപയോഗിക്കുക. You can use it for every area. You can use it for your family. You can use it for your children. You can use it for your ministry. You can use it for your neighbor. You can use it for the society. So what God is expecting, God wants us to become a blessing to so many people. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മൾ ബ്ലെസ്സിങ് ആയി മാറണം. ഇങ്ങനെ നമുക്ക് മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ വിശ്വസ്തനായ ദൈവത്തിൽ നമ്മൾ അർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. He will never move by any circumstances. He will remain the same forever. അവൻ ഒരിക്കലും മാറ്റം വരത്തില്ല, അവന് ഒരിക്കലും വ്യതിയാനം വരത്തില്ല, ഇച്ഛാഭേദം സംഭവിക്കത്തില്ല. സോ വി നീഡ് ടു ബിലീവ് ദാറ്റ്. സോ നമ്മൾ ആ കഥയിൽ കാണുന്ന കാര്യം നോക്കൂ, ഒരു ദാസനെ പോലെ വിശ്വാസം നമുക്ക് ആവശ്യമുള്ളത്. സോ അൺടിൽ വി സാറ്റിസ്ഫൈഡ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരിക്കലും ആത്മീയമായ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പാടില്ല. കാരണം ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരാൾ ജീവിതത്തിൻ്റെ ത്രില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തിലെ വെല്ലുവിളികളുണ്ട്. വി ഹാവ് ചലഞ്ചസ്. So we have challenges from every area. If we do a big project, we have big challenges. So if we do small works, we have small challenges. So നമ്മൾ വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വെല്ലുവിളികളുണ്ട്. ആക്ച്വലി അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ വെല്ലുവിളികളെ നമ്മൾ അഭിമുഖീകരിക്കും. കാരണം ഇപ്പോൾ ഒരാൾ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി വരുന്നത്, ആ പ്രശ്നത്തെ നമ്മൾ പ്രശ്നമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ പിന്മാറിപ്പോകും. എന്നാൽ അതിനെ ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇഫ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്, നമുക്കത് വെല്ലുവിളിയായിട്ട് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് വെല്ലുവിളിക്കും. കാരണം അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നതിൻ്റെ കാരണം ഇത് ദൈവം ചെയ്യത്തില്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ലിമിറ്റഡ് ആകും. അപ്പോൾ നമുക്ക് ആ
പ്രതിസന്ധി അല്ലെങ്കിൽ ആ വെല്ലുവിളിയെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ത്യാഗപരമായ അനുഭവം ഉണ്ടല്ലോ, അതാണ് അതിനകത്തിലെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരാളൊരു വീട് വയ്ക്കുകയാണ്. വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ മുതൽ വളരെ കാര്യങ്ങളെല്ലാം വളരെ ചിലപ്പോൾ ഇഴഞ്ഞു നീങ്ങും, ചിലപ്പോൾ പെട്ടെന്ന് നീങ്ങും. അപ്പോൾ നമുക്ക് വളരെയധികം ചില സന്ദർഭങ്ങളിൽ സമ്മർദ്ദങ്ങളുണ്ടാകും. ടു ഫിനിഷ് ഇറ്റ് ഓഫ് ബൈ ദിസ് ടൈം, ഈ സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഭവനമെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് ബിൽഡ് ചെയ്തതിന് ശേഷം അതിനകത്തിൽ നമ്മൾ സുഖമായിട്ടിരിക്കുമ്പോൾ നമ്മൾ തോന്നും, ഓ ജസ്റ്റ് റിലാക്സിങ്. സോ ദാറ്റ്സ് നോട്ട് ദ എക്സൈറ്റ്മെൻറ്റ്. അതല്ല അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ഓടി നടന്നതും ലേബേഴ്സിനെ കിട്ടാതെ വന്നപ്പോഴോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൻ്റെ ഷോർട്ടേജ് വന്നപ്പോഴോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചലഞ്ചസ് വന്നപ്പോഴോ, നമ്മളെ ഓടി നടന്ന ആ ഒരു വെല്ലുവിളിയുടെ സന്ദർഭങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൺഫ്രണ്ട് ചെയ്തത്, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. സോ ഇത് വിശ്വാസത്തിൽ ഇന്ന് സംഭവിക്കുന്ന പലപ്പോഴും ദൈവമക്കൾക്ക് സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു വിടുതലോ അല്ലെങ്കിൽ ഒരു ജയമോ നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ കൂടി ലിമിറ്റഡായി പോകും. സോ കർത്താവ് ആഗ്രഹിക്കുന്നു, നോ, ഐ ആം ഫെയ്ത്ത്ഫുൾ, ഐ ആം റിമൈനിങ് ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കുന്നു. സോ യു നീഡ് ടു ടേക്ക് ന്യൂ സ്റ്റെപ്സ് ഇൻ ലൈഫ്. പുതിയ സ്റ്റെപ്പുകൾ എടുക്കണം. മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന വലിയ വലിയ പ്ലാനുകളെ, പ്രോജക്റ്റുകളെ നിങ്ങൾ മുമ്പിലെടുക്കണം. യു ഹാവ് ടു മൂവ് ഫോർവേഡ് ബിക്കോസ് ഐ ആം റിമൈനിങ് സെയിം. ഞാൻ വിശ്വസ്തനായിട്ട് തന്നെ, ഐ ആം റിമൈനിങ് ആസ് ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ലൈഫ്. യു ക്യാൻ പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ മൈ promise and you can move forward and you can change the world. ലോകത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാം. ഹല്ലേലൂയ. നമ്മൾ നോക്കണം, യേശു ക്രിസ്തുവിൻ്റെ ഒരു ബിസിനസ് കുറിച്ച് ബിസിനസ് ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദ പ്രോഡക്ട്സ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ നല്ല യോഗ്യമായ വാക്കാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും യോഗ്യമല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഒരു ബിസിനസ് ഒരു മൈൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, സീ ദ പ്രോഡക്ട്സ്, യേശു ക്രിസ്തുവിൻ്റെ ഉൽപ്പന്നങ്ങൾ. ലോകത്തിൽ എവിടെയും ഇത് വിറ്റഴിയും, ഏത് സംസ്കാരത്തിലുള്ള ആളുകൾക്ക്, ഏത് ഭാഷയിലുള്ള ആളുകൾക്കും. സോ ആൾസോ ദ പ്രോമിസസ് ഓഫ് ദാറ്റ്, ദിസ് ഇസ് ആപ്ലിക്കബിൾ ടു എനി പേഴ്സൺ ഇൻ ദ വേൾഡ്. വൈ? ബിക്കോസ് നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ കരുണ എല്ലാവർക്കും വേണം, രക്ഷ എല്ലാവർക്കും വേണം, എല്ലാ മനുഷ്യരാശിക്ക് മുഴുവൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത, അതുപോലെ നമ്മൾ കണ്ടു സൗഖ്യം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന രോഗിയായി പോകുമോ, അല്ലെങ്കിൽ രോഗം വന്നാൽ എനിക്കിതിനകത്ത് നിന്ന് സൗഖ്യമുണ്ടോ. എത്രയോ ആളുകൾ, ഞാൻ ഓരോ ശുശ്രൂഷയിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു നല്ല ഭൂമി മേടിക്കാനോ കൊണ്ടോ, അല്ലെങ്കിൽ പിള്ളേർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനോ കൊണ്ടോ, അല്ലെങ്കിൽ നല്ല ഭവനം പണിയാനോ നല്ല വാഹനം മേടിക്കാനോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയാണ്, രോഗത്തിൽ നിന്നുള്ള സൗഖ്യം ലഭിക്കാൻ വേണ്ടിയാണ്. ബട്ട് ദ ബൈബിൾ സേസ് ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലത്ത്. കർത്താവിൻ്റെ വചനം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ബെസ്റ്റ്. ലോകത്തിൽ മെഡിസിൻ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നിലവാരമാണ്. പക്ഷേ ദൈവത്തിൻ്റെ നിലവാരം, ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ നിലവാരത്തെക്കാട്ടിലും ഒരു 100 മടങ്ങ് വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ നിലവാരം. അപ്പോൾ ഹി സെൻഡ് ഹിസ് വേർഡ് ആൻഡ് ഹീൽ യുവർ ഡിസീസ്. അതിൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു. സോ വാക്കുകൾ കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി, വാക്കുകൾ കൊണ്ട് സൗഖ്യമാക്കി. കേവലം ഒത്തിരി മെഡിക്കേഷൻ എടുത്തിട്ട് ഒന്നും സൗഖ്യമാകാതിരിക്കുന്ന കാര്യങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ, ആ വാക്ക് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഫോഴ്സായിട്ട് പോയിട്ട് എല്ലാ വൈറസിനെയും കരിച്ചു കളയുവാൻ കഴിയുന്ന, എല്ലാ രോഗത്തിൻ്റെയും റൂട്ട് കോസുകളെ തകർത്ത് കളയാൻ കഴിയുന്ന വാക്കുകൾ. അതായിരുന്നു ദൈവത്തിൻ്റെ വചനം. ഓക്കെ, യെശയ്യാ 53 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഹൂസ് റിപ്പോർട്ട്സ് വി ബിലീവ്. ആരുടെ റിപ്പോർട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഹൂസ് റിപ്പോർട്ട്. അപ്പം ദൈവത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. ദൈവത്തിൻ്റെ റിപ്പോർട്ട് പറയുകയാണ്, നിങ്ങൾ രോഗി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നു, ഓക്കെ നിങ്ങൾ യു ആർ ടെസ്റ്റഡ് ആസ് പോസിറ്റീവ്. നോ, വാട്ട് ഗോഡ്സ് റിപ്പോർട്ട്, ഇറ്റ് സേസ് യു ആർ കംപ്ലീറ്റ്ലി ഹീൽഡ്, യുവർ റിപ്പോർട്ട് ഈസ് നെഗറ്റീവ്. സോ മാനുഷികമായ ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ റിപ്പോർട്ട് വരുന്നു. ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്.
എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് റിപ്പോർട്ട് വിശ്വസിക്കും? നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് വിശ്വസിക്കുമോ, അതോ ഞാൻ പറഞ്ഞ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിൻ്റെ റിപ്പോർട്ട് വിശ്വസിക്കുക. സോ ഇത് രണ്ടും കൂടെ ഒരിക്കലും ടാലി ആവുന്നില്ല. കാരണം ഇത് ഈ നമ്മുടെ സിംറ്റംസ് അല്ലെങ്കിൽ നമ്മളെ ഡയഗ്നൈസ് ചെയ്തതിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നതെല്ലാം പോസിറ്റീവായിരിക്കാം. ബട്ട് ഗോഡ് സേസ് ബൈ മൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഫർഗെറ്റ് അബൌട്ട് ഇത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ റിപ്പോർട്ട് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇഫ് യു ക്യാൻ ബിലീവ് ഇൻ മൈ പ്രോമിസ് ആൻഡ് ഇഫ് യു ക്യാൻ പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ദിസ് വേർഡ്, ഐ ക്യാൻ ഷോ മൈ ഫെയ്ത്ത്ഫുൾനെസ് ദാറ്റ് ഐ ആം ദ ലോർഡ്, ഡു നോട്ട് ചേഞ്ച്. ഞാൻ ഒരിക്കലും മാറിപ്പോകാത്ത ദൈവമാണ്. സോ ദാറ്റ്സ് വാട്ട് വി സീ ഹിയർ. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏത് ഭാഷയിലുള്ളവർക്കും, ഏത് വംശത്തിലുള്ളവർക്കും, ഏത് രാജ്യക്കാർക്കും, ഏത് ഗോത്രത്തിലുള്ളവർക്കും അവർക്ക് ഈ വചനം ആപ്ലിക്കബിളാണ്. വി ക്യാൻ ബോൾഡ്ലി ബിലീവ്. സോ ഇൻ ദിസ് ജനറേഷൻ, ഈ തലമുറയിൽ ദൈവം പറയുന്നു, നമ്മൾ ചെയ്യേണ്ട ജോലിയെല്ലാം ചെയ്തിട്ടിരിക്കുന്ന. അതുകൊണ്ടാണ് നമ്മൾ ലൂക്കോസ് 17 നമ്മൾ കണ്ടത്, ഈ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ള അൺഫെയ്ത്ത്ഫുൾ സെർവൻസ്, വിശ്വസ്തരായ ദാസന്മാർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. മോനെ ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുക, നീ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവർ പോകും. ബട്ട് ആ ബാക്കിയുള്ള സമയം മുഴുവനും അവർ ഐഡലായിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തില്ല. വൺസ് ഇൻ എ വൈൽ ചിലപ്പോൾ. സോ എവറി ഡേ വി സീ ന്യൂ മേഴ്സീസ്. എല്ലാ ദിവസങ്ങളും ദൈവത്തിൻ്റെ കരുണ പുതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഡേ ബൈ ഡേ ഇറ്റ്സ് mercy and compassion is renewed. അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് വേണ്ടിയുള്ളത് ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, യു ബിലീവ് ഫോർ ഗ്രേറ്റർ തിങ്സ്. നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കൂ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിച്ചാൽ ഞാൻ അവിടെ വിശ്വസ്തനായിരിക്കും, ഞാൻ മാറിപ്പോകത്തില്ല. അപ്പോൾ നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് ആക്ടിങ് ഓൺ ഹിസ് വേർഡ്, അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ മാറിപ്പോകാത്തത്. സോ നിത്യം, the one thing which you are not seen is eternal, but what you see is temporal. It can be changed. ഇതിന് മാറിപ്പോകാൻ കഴിയും. അപ്പോൾ എന്താ മാറിപ്പോകാത്തത്? ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, അത് ഒരിക്കലും മാറിപ്പോകില്ല. We need to put our trust in the promise of the faithful one. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ വാഗ്ദത്തം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. നമുക്ക് ഏത് സമയത്തും, ഏത് അർദ്ധരാത്രിക്കും, നട്ടുപകലിനും, പ്രഭാതത്തിലും, രാവിലെയും വൈകിട്ടും, കാലാവസ്ഥ മാറിയാലും, രോഗം വർദ്ധിച്ചാലും, പ്രതിസന്ധികൾ വന്നാലും നമ്മൾ അവൻ്റെ വാഗ്ദത്തം മാറത്തില്ല എന്ന് വിശ്വസിക്കണം. അത് മാത്രം പോരാ, വാഗ്ദത്തങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമില്ല. വി ഹാവ് ടു റിലീസ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം അതിലേക്ക് നമ്മൾ തുറന്നു വിടണം. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് സംസാരിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഈ വിശ്വാസം നിൻ്റെ വലിയമ്മ യുനീക്കായിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് നിൻ്റെ അമ്മ ലോവീസിലുണ്ട്, അത് ഞാൻ നിന്നിലും കാണുന്നു. സോ യു ഗോട്ട് ട്രഡീഷണലി യു റിസീവ്ഡ് സംതിങ്. നിൻ്റെ പാരമ്പര്യപരമായിട്ട് നീ ചിലത് നിനക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നിൻ്റെ വല്യമ്മ വലിയ വിശ്വാസവീരയായിരുന്നു, നിൻ്റെ അമ്മ വിശ്വാസവീരയാണ്. നൗ ഐ എം സീയിങ് ദാറ്റ് ഫെയ്ത്ത് ഇൻ യു. നിന്നിൽ ആ വിശ്വാസം ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ പിതാക്കന്മാരിൽ കൂടെയോ മാതാക്കളിൽ കൂടെയോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കിട്ടിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ വിത്തുകളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ബട്ട് വാട്ട് വി ഹാവ് ടു ഡു? ദെൻ പോൾ സേസ്, സ്റ്റെയർ അപ്പ് ദ ഗിഫ്റ്റ് വിച്ച് ഈസ് ഇൻ യു. അതുകൊണ്ട് നിൻ്റെ അകത്ത് ഉള്ള വിശ്വാസം, നിൻ്റെ അകത്തുള്ള ആ കൃപകളെ നീ ജ്വലിപ്പിക്കണം. So stir up the gift is in you. So you got that faith in you. You got that confidence in you. You got that heritage in you. You are having that godly heritage. Yes, this you received from your grandma and from your ma, and now it is in you. I'm seeing that's in you. Hallelujah. Amen. Okay.
1 Timothy chapter 1 and verse number 4, greatly desiring to see thee being mindful of thy and I may be filled with joy. And verse number 5, അഞ്ചാമത്തെ വചനം നമ്മളിങ്ങനെ, when I call to remembrance the unfeigned faith that is in thee, which dwelt first in thy grandmother Lois, and now thy mother Eunice, and I am persuaded that in thee also. Okay, then what Paul says, okay, നിനക്ക് വിശ്വാസമുണ്ട്, നീ ദേവദാസന്മാരിൽ കൂടി കേട്ടതും നിന്റെ കൈമാറ്റം ചെയ്യപ്പെട്ടതായിരിക്കുന്ന വിശ്വാസം നിന്റെ ഉള്ളിലുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു, അതുകൊണ്ട് എന്താ നിനക്ക് പ്രയോജനം? സോ വാട്ട് യു ഹാവ് ടു ഡു? verse number 6, wherefore I put thee in remembrance that thou stir up the gift of God which is in thee by the putting of my hands. ഓക്കെ, നിന്റെ ഉള്ളിലുള്ള കൃപാവരത്തെ നീ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നീ അതിനെ എന്ത് ചെയ്യണം? നീ അതിനെ ജ്വലിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ദൈവത്തിൻ്റെ കൃപാവരങ്ങളും വിശ്വാസത്തിൻ്റെ വലിയ വിത്തുകളും ഉള്ളിൽ നൽകപ്പെട്ടവരാ പലരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ അവിടെ ഉറക്കിയിടാനല്ല, സ്റ്റെയർ. പിന്നെ പറയുന്നുണ്ട്, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും അറിയണം, സകലർക്കും ഇത് പ്രസിദ്ധമാകണം. ഓക്കെ, ഞാനാ നിൻ്റെ കൂടെ ഉള്ളതെന്ന്, ഞാനാ നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന്, ഞാൻ വിശ്വസ്തനാണെന്ന് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് യു നീഡ് ടു സ്റ്റെയർ അപ്പ് യുവർ ഗിഫ്റ്റ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് യു ഹാവ് ടു സ്റ്റെയർ അപ്പ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് യു. നമ്മൾ വചനത്തിലെ 2 കാര്യങ്ങൾ, ദൈവം നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല. ഫോർ എക്സാമ്പിൾ, റോമൻസ് ചാപ്റ്റർ 12 നമ്മൾ കാണുന്നു, നിങ്ങൾ നന്മയുള്ളതും പൂർണ്ണതയുള്ളതും പ്രസാദമുള്ളതുമായിട്ടുള്ള ദൈവഹിതം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. യു ഹാവ് ടു റിനീവ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. നിങ്ങളുടെ മനസ്സ് പുതുക്കിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓൾ ദാറ്റ് യു നീഡ് ഈസ് ദർ. But you need to stir up your gift. You need to put your faith into practice. എങ്കിൽ മാത്രമേ ഇത് കാണാൻ വേണ്ടി കഴിയത്തുള്ളൂ. അപ്പോൾ തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസേ, നീ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ആളല്ല, നീ ഒരുപാട് ആളുകളിലേക്ക് കൊണ്ടെത്തിക്കേണ്ട. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഒരു ബിസിനസ് മാൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു നൽകിയിരിക്കുന്നത് ലോകത്തിൽ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. എവ്രിബഡി നീഡ് ലവ്. ഒരു പൊളിറ്റിക്കൽ ആൾ, ഒരു പൊളിറ്റിക്കൽ ലീഡർ നമ്മളോട് പറയത്തില്ല, ഓ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആരും പറയത്തില്ല. ഓൺലി ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു മാത്രമേ പറഞ്ഞേ, എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തന്നിരിക്കുന്നു. ഇന്നലെ നമ്മൾ മിറക്കിൾ ഡേയുടെ ലൈവ് പ്രോഗ്രാമിൽ ശ്രദ്ധിച്ചുകൊണ്ടോ, എല്ലാ മഹാന്മാരും മരിച്ചു, ആരും തിരിച്ചു വന്നില്ല. തിരിച്ചു വന്ന ഒരാളേ ഉള്ളൂ. സോ നമുക്ക് കോൺഫിഡൻഷ്യലായിട്ട്, നമുക്ക് ധൈര്യത്തോടുകൂടെ, നമുക്ക് വളരെ ശക്തിയോടുകൂടെ നമുക്ക് പ്രഖ്യാപിക്കാം, ഈ വചനം സത്യമാണ്, ഒരു മാറ്റവുമില്ല. ബാക്കിയുള്ള എല്ലാവരും മരിച്ചു, ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ലോകത്തിൽ ചെയ്തു കാണും, പക്ഷെ അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഓൺലി വൺ പേഴ്സൺ, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവ് മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. സോ വി ക്യാൻ പ്രീച്ച് ബോൾഡ്ലി, വി ക്യാൻ സ്പീക്ക് ആൻഡ് വി ക്യാൻ പ്രേ ഫോർ ദ പീപ്പിൾ, വി ക്യാൻ ഹീൽ ദ പീപ്പിൾ, വി ക്യാൻ ഡെലിവർ ദ പീപ്പിൾ. സോ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത്, ടെക്നോളജി എത്ര വളർന്നാലും, എത്രയധികം പ്രതിസന്ധികൾ വഷളായിരുന്നാലും, ഈ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറ്റത്തില്ല. ബിക്കോസ് ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് പ്രോമിസസ്. ഇന്ന് ഈ വചനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്, എല്ലാം നമുക്ക് വേണ്ടി, എല്ലാം, എവ്രിതിങ് ഈസ് പ്രിപ്പയർഡ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറഞ്ഞത്, സ്റ്റെയർ അപ്പ് ദ ഗിഫ്റ്റ് വിച്ച് ഇസ് ഇൻ യു. നിൻ്റെ ഉള്ളിലിരിക്കുന്ന കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? കമോൺ, സ്റ്റെയർ അപ്പ്. അത് നീ അതിനെ ജ്വലിപ്പിക്കണം. ജ്വലിപ്പിക്കുമ്പോൾ നീ അനേകർക്ക് വേണ്ടി ഇത് നീ വിതരണം ചെയ്യണം. യു ആർ എ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. നിൻ്റെ വേലാണ് ദൈവം ഇത് വെച്ചിരിക്കുന്നത്. സോ യു ഹാവ് ടു, നീ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അനേകരിലേക്ക് കൊടുക്കുക. ഈ സ്നേഹം, ഈ കരുണ, ഈ സാൽവേഷൻ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഇതെല്ലാം നീ ഇത് ചെയ്യണം. നീ ഇത് കംപ്ലീറ്റ്ലി, കമോൺ, യു റിലീസ് ഇറ്റ് ടു ദ പീപ്പിൾ. നീ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. സോ സ്റ്റെയർ അപ്പ് യുവർ ഗിഫ്റ്റ്. അപ്പോൾ ദൈവം വാക്ക് പറഞ്ഞവൻ മാറത്തില്ല. അപ്പോൾ ബൈബിളിൽ, തിരുവചനത്തിൽ ഒരു വചനം അല്ലെങ്കിൽ ഒരു പ്രോമിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ട്. നൗ ഗാഡ് ഈസ് എക്സ്പെക്റ്റിംഗ്, സൺ, ഡോട്ടർ, ഐ വാണ്ട് യു ടു കം അപ്പ്.
ആൻഡ് ഐ വാണ്ട് യു ടു റിലീസ് യുവർ ഫെയ്ത്ത് ടുവേർഡ്സ്. ഇതിലേക്ക് നിൻ്റെ വിശ്വാസത്തെ നീ തുറന്നു വിടണം. നീ നിൻ്റെ വിശ്വാസത്തെ തുറന്നു വിട്ടാൽ ഇത് 100% ഐ ആം ഫെയ്ത്ത്ഫുൾ ഇൻ മൈ വേർഡ്, യു ക്യാൻ മാനിഫെസ്റ്റ്. ഇത് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. അപ്പോഴാണ് ലോകം മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടല്ലോ. നമുക്ക് പലപ്പോഴും ആളുകൾ പറയും, രോഗികളായിരിക്കുന്ന അനേക ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില നമുക്ക് കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായിരിക്കും. ഒരു തലവേദനയോ പനിയോ ഒക്കെ വി ക്യാൻ ജസ്റ്റ് ബിലീവ് ഇൻ. ബട്ട് അബൌട്ട് ഇൻക്യൂറബിൾ ഡിസീസ്, ഒരിക്കലും സൗഖ്യമാകാത്ത രോഗങ്ങൾ, അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ലിമിറ്റേഷൻ വരും. സംഭവിച്ചില്ലെങ്കിലോ നടന്നില്ലെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം. കർത്താവ് പറഞ്ഞു, യു ഹാവ് ടു ഡെവലപ്പ് യുവർ ഫെയ്ത്ത്. വൺസ് യു സ്പീക്ക്, മേ ബി നിങ്ങൾ ചിലപ്പോൾ പരാജയങ്ങൾ കണ്ടു കാണും. ഓക്കെ, നിങ്ങൾ കർത്താവ് പോലും പ്രാർത്ഥിച്ച ചില ഇടങ്ങളിൽ തൻ്റെ ഹോം ടൗണിൽ, തൻ്റെ വില്ലേജിൽ ആളുകൾ സൗഖ്യമാകാതിരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ്, പക്ഷേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന അഭിഷേകവും വിശ്വാസവും അപ്പോൾ തന്നെ കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. പ്രപഞ്ചശക്തികളെ മുഴുവൻ അടക്കുന്ന ശക്തി കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോഴും അവിടെ പലരും ചെറിയ കൊച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രാപിച്ചിട്ട് പോയിട്ടാണ് നമ്മൾ കണ്ടത്. അവിടെ വലിയ വീര്യപ്രവൃത്തി ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വീണ്ടും നമ്മൾ കാണുന്നത് ഇതേ കർത്താവ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പുരുഷാവരനെ തൊടാൻ വേണ്ടി കൂടെ നടക്കുകയാണ്. സോ ഇതെല്ലാം നമ്മുടെ ഉള്ളിലും വെച്ചിരിക്കുകയാണ്. ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം ഇതെല്ലാം നമ്മുടെ ഉള്ളിലും വെച്ചിരിക്കുകയാണ്. നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ, ദർ മേ ബി, ചിലപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളോട് പറയും, നമ്മുടെ സാഹചര്യം നമ്മളോട് പറയും, ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തയോട് നമ്മൾ പ്രതികരിക്കുവാൻ, അതിലേക്ക് നമ്മുടെ വിശ്വാസത്തെ തുറന്നു വിടുവാൻ തയ്യാറായാൽ, സോ ഗാഡ് ഈസ് നോട്ട് എ റെസ്പെക്റ്റ്. നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം വലിയവ ചെയ്യും. സോ ദോസ് ഹു ബിലീവ് ഇൻ മീ വിൽ ഡു ഗ്രേറ്റർ തിങ്സ് ദാൻ ഐ ഡു. ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്യുമെന്നല്ല, നോട്ട് ദേ ഡു ബട്ട് ഹീ ഡു. ആരെ വിശ്വസിക്കുന്ന അവൻ ചെയ്യും, വിശ്വസിക്കുന്നവൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ കൊണ്ട് അവിശ്വസിക്കുന്നവരുടെ കൂട്ടം ചെയ്യുമെന്നല്ല പറഞ്ഞേക്കുന്നത്, വിശ്വസിക്കുന്നവൻ ചെയ്യും. സോ ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കോൾ. ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു ഇൻഡിവിജ്വലി. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, വാഗ്ദത്തങ്ങൾ കിടക്കുകയാണ്, ഇനിയും പ്രോമിസസുകൾ ഒരുപാട് കിടക്കുകയാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കിടക്കുന്നു, ദൈവത്തിൻ്റെ പ്രോമിസുകൾ കിടക്കുന്നു. ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പ്രതികരിക്കുന്ന ആളുകൾ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. അങ്ങനെയുള്ളവർ എഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുവാൻ പോകുന്നത്. നമ്മൾ പഴയ ഉടമ്പടിയിൽ കണ്ടു, പഴയ ഉടമ്പടിയിലെ പ്രോഫറ്റ്സിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളെ പോലെ തന്നെ പദവിയിൽ നടന്നവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. they were all walking like sons of God, especially prophets in the Old Testament. അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എക്സാക്ട്ലി പുതിയ നിയമത്തിലെ മക്കളെ പോലെ തന്നെ പഴയ ഉടമ്പടിയിലെ പ്രോഫറ്റ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഫോർ എക്സാമ്പിൾ, ദൈവം വിശ്വസ്തനാണെന്ന് പറയുന്നത് കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ തലമുറയിൽ നമ്മൾ കാണാൻ പോകുന്നത് വലിയ കാര്യങ്ങളായിരിക്കും. സോ നമുക്ക് എഡ്യൂക്കേഷനെക്കാട്ടിലും, നമ്മുടെ സ്വാധീനത്തെക്കാട്ടിലും, നമ്മുടെ ഫിനാൻസിനെക്കാട്ടിലും എല്ലാം ശക്തമാണ് ദൈവത്തിൻ്റെ വാക്തത്വം എന്നുള്ളത്. നമുക്ക് അങ്ങനെയുള്ളൊരു നിലപാടിലേക്ക് നമുക്ക് വരാൻ വേണ്ടി കഴിയും. നമ്മൾ പഴയ ഉടമ്പടി നമ്മൾ കാണുന്നു, നോക്കൂ, എലീജാവിൻ സെക്കൻഡ് കിങ് ചാപ്റ്റർ 4, സെക്കൻഡ് കിങ് ചാപ്റ്റർ 7 and 6 ചാപ്റ്റർ, അവിടെ നമ്മൾ കണ്ടത് വലിയൊരു സൈന്യം ഇങ്ങനെ വരിക, യുദ്ധത്തിന് വേണ്ടി വരിക, വലിയൊരു സൈന്യം വരിക. അപ്പോൾ പ്രോഫറ്റിനോട് ദാസൻ പറയുന്നുണ്ട്, യജമാനെ നോക്കൂ, ഇത്രയും വലിയൊരു സൈന്യം നമുക്കെതിരെ വരുന്ന കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വി ഹാവ് ടു ഡു നൗ? എന്താണ് പ്രോഫറ്റ് പറയുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, പഴയ ഉടമ്പടിയിലെ പ്രോഫറ്റ്സ് എല്ലാം ദൈവത്തിൻ്റെ മക്കളെ പോലെ ജീവിച്ചു വരാം. സോ അവിടെ എന്താ പ്രോഫറ്റ് പറഞ്ഞത് നമ്മൾ കാണുന്നു? പ്രോഫറ്റ് പറയുകയാണ്, ഡോണ്ട് വറി, നമ്മുടെ കൂടെ ഉള്ളവർ അവരുടെ കൂടെ ഉള്ളവരെക്കാട്ടിൽ അധികമാണ്. ദ വൺ ഹൂ വിത്ത് us ഈസ് ഗ്രേറ്റർ ദാൻ ദം. അവരെക്കാട്ടി കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. സോ ഡോണ്ട് വറി. Then he prayed, Lord, open his eyes. ഇവൻ്റെ കണ്ണ് തുറക്കണമേ.
സോ ആക്ച്വലി അവിടെ കണ്ണു തുറന്നപ്പോൾ അവിടെ കാണുന്ന കാര്യം, സി ഐ എം ജസ്റ്റ് ബ്രിങ്ങിങ് എൻ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പഴയ നിമിത്തം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് വി സി ദർ, അവിടെ എന്താ കാണുന്നത്? അവിടെ അഗ്നി അശ്വങ്ങൾ, അഗ്നിരഥങ്ങൾ കൊണ്ട് ആ മലയും താഴ്വരയും മുഴുവൻ ഇതാ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ദാസന് മനസ്സിലാകുന്നത്, ഓ, ഇത്രത്തോളം വലിയൊരു കൂട്ടം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നത്, ഈ രഥങ്ങളും കുതിരകളും ദൂതന്മാരും ഒക്കെ ആ പ്രാർത്ഥിച്ചപ്പോഴല്ല അവിടെ വെളിപ്പെട്ടത്. ഇറ്റ് വാസ് ഓൾറെഡി ദർ, ഇറ്റ് വാസ് ഓൾറെഡി ദർ. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദ ഏഞ്ചൽസ് ഓഫ് ഗാഡ് എൻകാംപ്ഡ് അറൗണ്ട് ഹിസ് സെർവൻസ്, അവൻ്റെ ദാസന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങുന്നു. ഇറ്റ് വാസ് ഓൾറെഡി ദർ. പക്ഷേ അവരെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ ലെറ്റ് അവർ സ്പിരിച്വൽ ഐസ് മേ ഓപ്പൺ ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി നമ്മുടെ കണ്ണുകളെ തുറക്കുക മാത്രം മതി. അവിടെ രഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, കുതിരകൾ അവിടെ ഉണ്ടായിരുന്നു, ഏഞ്ചൽസ് അവിടെ ഉണ്ടായിരുന്നു, ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരെ കണ്ണ് തുറന്നപ്പോഴാണ് കാണുന്നത്, അവരെക്കാൾ കൂടുതൽ ആളുകൾ യുദ്ധസന്നദ്ധരായിട്ട് ഇതാ അവിടെ നിൽക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ റെലം ഓൾറെഡി അവിടെ ഓപ്പൺ ആയിരുന്നു, എന്നാൽ അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രോമിസുകൾ മുഴുവനും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം, അതേപോലെ ദൈവത്തിൻ്റെ എല്ലാ ഡിവൈൻ ബാക്കപ്പും നമുക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. But we need to open our eyes and see what's happening in the realm. ഈ ആത്മമണ്ഡലത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പെന്തക്കോസ്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വചനത്തിൻ്റെ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലുള്ള ഉറപ്പായിരിക്കട്ടെ. അതിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും പരിശുദ്ധാത്മ പറയുന്നത്, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ബട്ട് ആർ യു റെഡി ടു റിലീസ് യുവർ ഫെയ്ത്ത് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ വൺ ഹു പ്രോമിസ്? ആ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നവൻ്റെ അതിലേക്ക് നിങ്ങളുടെ വിശ്വാസത്തെ തുറന്നുവിടുവാൻ നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ എല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് മുഴുവനും നമുക്കായി വെളിപ്പെടാൻ പോകും. അത് വെളിപ്പെടുന്നത് നമ്മൾ കാണുമ്പോൾ ലോകത്തിന് തന്നെ ഇത് അത്ഭുതമായി മാറും. അപ്പോൾ സാധാരണ ഒരു കോമൺ തിങ്, ഒരു സാധാരണ കാര്യം നമ്മുടെ മുമ്പിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് എനി ഫെയ്ത്ത്. നമുക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ നടക്കാത്തൊരു കാര്യം, സംഭവിക്കാത്തൊരു കാര്യം, ഇമ്പോസിബിളായിരിക്കുന്ന ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. വി നീഡ് ടു release our faith towards the promise of the living God. അത് കർത്താവ് പറയുന്നതും ദൈവം പറയുന്നു, have faith in God. ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ കാട്ടത്തിയോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അത്തിയോട് ചെയ്തത് നിങ്ങൾക്ക് ഈ മലയോടും ചെയ്യുവാൻ വേണ്ടി കഴിയും. കാരണം നിങ്ങൾ ദൈവത്തിൽ നിങ്ങളുടെ വിശ്വാസം ഇതുപോലെ നിങ്ങൾ റിലീസ് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു പ്രൂഫ് പ്രൊഡ്യൂസറായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം റിസൾട്ട് കാണും. ആളുകൾ വിശ്വസിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് കൊണ്ടല്ല, പക്ഷേ നിങ്ങളുടെ ലൈഫിൻ്റെ ഉള്ളിൽ മുഴുവനും നിറഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് കവിയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. സോ ഗോഡ് സേസ്, ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ്, ഓർ put your trust and believe in the promise of the one who promised. He is faithful and he will never change. From generation to generation, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അതിലേക്ക് തുറന്നു വിട്ടില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കായിട്ട് നിവർത്തീകരിക്കപ്പെടുക ഇല്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അവൻ്റെ വിശ്വസ്തതയിലേക്ക് നമ്മൾ തുറന്നു വിടുക. റിലീസ് അവർ ഫെയ്ത്ത്. ഈ ഒരു വിഷയം ഫെയ്ത്തിനോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഒരുപാട് ഡിഫറെൻ്റ് ആംഗിളിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയും. കാരണം അത്ര ശക്തമായിരിക്കുന്ന കാര്യം. ഈവൻ സെക്യുലർ വേൾഡ് പോലും ഇന്ന് ബൈബിൾ മുഴുവനും കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് മുഴുവൻ പ്രിൻസിപ്പിൾസ് എടുത്തുകൊണ്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കുന്നതും. അതുപോലെ ഇന്നത്തെ ഓരോ ടെക്നോളജിയുടെ പുറകിലും എല്ലാം ബൈബിളിൻ്റെ അകത്തു നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ദിസ് ഇസ് ട്രൂ, ഇത് സത്യമാണ്. കാരണം ദൈവം പറഞ്ഞ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. സോ
ഗോഡ് ഈസ് ഡൂയിങ്, ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്? ഇനിയും ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നതെല്ലാം വിശ്വസിക്കുന്നവരിൽ കൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ ദൈവം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ എത്രയധികം ഇവിടെ പ്രതിസന്ധി പ്രശ്നങ്ങൾ വഷളായിരുന്നാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ കൊറോണ വന്നു, രാജ്യങ്ങൾ മുഴുവനും കഷ്ടതയിലാണ്, പ്രയാസത്തിലാണ്. ബട്ട് സ്റ്റിൽ വി നീഡ് ടു നോ ജീസസ് ഈസ് ഓൺ ദ ത്രോൺ. കർത്താവ് ഇന്നും തൻ്റെ സിംഹാസനത്തിൽ തന്നെയാണ്. അവൻ്റെ ഒരു വാക്കിന് പോലും മാറ്റമില്ല. ഭൂമിയെ നശിപ്പിക്കുവാനാണോ? ഒരിക്കലുമല്ല. ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെ. അതല്ല പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? ഭൂമിയെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്? ഒരിക്കലുമല്ല. ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഉള്ള അസൈൻമെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ ദൈവരാജ്യത്തെ നമ്മൾ ഘോഷിക്കുകയും വി ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികമാണ്. എന്നാൽ നമുക്ക് ഇന്ന് കാണുന്ന സകലതും ടെമ്പററിയാണ്. ഇതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. എവ്രിതിങ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. എവ്രിതിങ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വാക്തത്തെ മുറുകെ പിടിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും ചഞ്ചലപ്പെടുകയോ പുറകോട്ട് മാറുകയോ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഗാഡ്സ് പ്രോമിസ് ഈസ് ദ സെയിം ടുഡേ, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. എന്നേക്കുമായിട്ട് ഇത് മാറ്റമില്ലാത്തതാണ്. സോ നമ്മുടെ അസൈൻമെൻറ്റ്, ഈ ദിവസങ്ങളിലെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ചിട്ട് അതിലേക്ക് നമ്മുടെ വിശ്വാസത്തെ തുറന്നുവിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഓരോ വാക്തത്വങ്ങളെയും ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുക്കണം. സോ ഐ ബിലീവ് ദിസ് പ്രോമിസ്. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. സോ ഇത് പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് പല പ്രതിസന്ധികളും വരുമ്പോൾ ലോകത്തിൻ്റേതായിരിക്കുന്ന സിസ്റ്റത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന നിമിത്തമായിട്ട് നമ്മൾ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് എ ബെറ്റർ system, better than the worldly system. That's God's system. This is completely dependable. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് we'll get godly results. നമുക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന റിസൾട്ടുകൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. ആമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഓക്കെ, നൗ ഓക്കെ, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇനി ഓരോ ജനറേഷനിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്, ദൈവം വിശ്വസിച്ച ഓരോരുത്തർക്ക് വേണ്ടിയും വിശ്വസ്തനായിട്ട് വെളിപ്പെട്ടു വന്നു. ഫോർ എക്സാമ്പിൾ എബ്രഹാമിനെ നമ്മൾ നോക്കുമ്പോൾ, ദൈവം പറഞ്ഞ ആ വാക്യത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ഗോഡ് കൗണ്ടഡ് ഇറ്റ് ആസ് ബ്ലെസ്സിങ് ഇൻ ടു ദ ലൈഫ് ഓഫ് എബ്രഹാം. വൈ? ബിക്കോസ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്റ്റെൻറ്റിലേക്കൊക്കെ നമ്മൾ പോയി പലപ്പോഴും നമ്മൾ ചിന്തിക്കത്തില്ല. പലപ്പോഴും നമുക്ക് ഇതെല്ലാം വിസിബിളായിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം നമ്മൾ പോകാൻ തയ്യാറാകത്തില്ല. പക്ഷേ വചനം പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. പരീക്ഷയോടുകൂടി അവൻ എന്ത് ചെയ്യും? പോക്കുവഴി അല്ലെങ്കിൽ നീക്കുവഴി അവൻ അതിൽ കൂടി നമുക്ക് തരുമെന്നാണ് വചനം പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധി ചിലപ്പോൾ ചിന്തിക്കും, എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്, വേറെ ആർക്കും ഈ പ്രതിസന്ധി ഇല്ലയോ? നോ, വേറൊരാൾക്ക് അതിനേക്കാൾ പ്രയാസമുള്ള ഒരു പ്രതിസന്ധി ആയിരിക്കും അവർ കടന്നുപോയിക്കൊണ്ടിരിക്കും. സോ എവ്രിബഡി വിൽ കൺഫ്രണ്ട് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ്. സോ പരീക്ഷകൾ, ടെസ്റ്റ് ആൻഡ് ടെംപ്ടേഷൻസ് ഇത് വരും. എല്ലാവർക്കും, എല്ലാ ദൈവമക്കൾക്കും വരും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വരും. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം നമ്മളിങ്ങനെ വായിക്കുന്നത്. നോക്കൂ, there hath no temptation taken you but such as is common to man. But God is faithful, who will not suffer you to be tempted above that you are able, but will with the temptation also make a way to escape, that you may be able to bear it. അപ്പോൾ നോക്കൂ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സോ ദർ ഈസ് എ വേ ടു എസ്കേപ്പ്. അവിടെ നിന്ന് പുറത്തു വരാനുള്ള ഒരു, അപ്പോൾ
എന്താ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ പരീക്ഷയുണ്ട്. അബ്രഹാമിന് പരീക്ഷ വന്നു, എനിക്ക് പരീക്ഷ ഉണ്ടാകത്തില്ല എന്നാരും പറയരുത്. ഉണ്ടാകും. ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. ദാറ്റ്സ് ഓക്കെ. ബട്ട് ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തൻ. ഇതിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരും. രാവിലെ നമ്മൾ നോക്കുമ്പോൾ എബ്രഹാമിൻ്റെ ജീവിതത്തിൽ 25 ഇയേഴ്സിൻ്റെ ഒരു പീരീഡ് നമ്മൾ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. when he fully persuaded that God is able to fulfill what he promised, when he fully persuaded, അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് കിട്ടി. വേർഡ് ആൻഡ് എബ്രഹാം become one. അപ്പോൾ 25 ഇയേഴ്സിൻ്റെ അകത്തിൽ നമുക്ക് ഒരു ടെസ്റ്റ് പീരീഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഇതുപോലെ നാളുകൾ കൊണ്ട് ഇങ്ങനത്തെ ടെസ്റ്റുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ടെസ്റ്റ് അല്ലെങ്കിൽ ചലഞ്ചസ് ഒരിക്കലും നമ്മളെ തകർത്ത് കളയാനല്ല. ചലഞ്ചസ് ആൻഡ് ടെസ്റ്റ് വിൽ മേക്ക് us ബോൾഡ്, നമ്മളെ ശക്തരാക്കി മാറ്റും. അപ്പോൾ 25 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എബ്രഹാം ആൻഡ് സാറ, ജസ്റ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സെയിം പ്രോബ്ലം, വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോഴും സെയിം പ്രോബ്ലം. നിർജീവത്വം, ഒരു മാറ്റവുമില്ല. എന്താ അബ്രഹാം പറയുന്നത്? ഈ പീരീഡിൽ എന്താ അവർ ചെയ്തതെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വി ഹാവ് ടു ഡു വാട്ട് ദേ ഹാവ് ഡൺ. അവരെന്ത് ചെയ്തെന്ന് നമ്മൾ നോക്കുക, അത് തന്നെ നമ്മൾ ചെയ്യുക. ദാറ്റ്സ് വാട്ട് പോൾ സേസ്, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് മീ. സോ യു ഡു വാട്ട് ഐ ഡു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യൂ എന്നാ പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണ് ഇബ്രഹാം ചെയ്തത്? രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേ പ്രശ്നം, വൈകിട്ട് നോക്കുമ്പോഴും അതേ പ്രശ്നം. സോ എപ്പോഴും ഇത് തന്നെ, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം പ്രോബ്ലം ഈസ് സെയിം. പക്ഷേ എവിടെയാണ് മാറ്റം വരേണ്ടത്? എബ്രഹാമിലും സാറയിലും എന്താ അവർ ചെയ്തുകൊണ്ടിരുന്നത്? വെൻ ദേ സീ ദ സർക്കംസ്റ്റാൻസസ്, they were slowly taking their eyes from the problem and just looking at the promise of God. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് അവർ നോക്കി. അത് നോക്കിയിട്ട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ദിസ് ഇസ് എ ഡൺ ഡീൽ. ഇത് നടന്ന കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ലഭിച്ചതിനായിട്ട്, കിട്ടിയതിനായിട്ട് നന്ദി പറയുകയും അവർക്ക് അവരുടെ ഈ പ്രായം കൂടിയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചോ കംപ്ലൈൻറ്റ് പറയാതെ വാഗ്ദത്തത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് when they get up, the situations giving them pain, even when they lay down the head and before they go to the bed, again they're seeing the same problem, but still they were ready to give glory and praises to God, not changing their face, not changing their vocabulary. അവരുടെ വാക്കിന് മാറ്റം വരുത്തുന്നില്ല, അവരുടെ ഫേസിന് മാറ്റം വരുത്തുന്നില്ല. ഇതിൻ്റെ പേരാണ് വിശ്വാസം. So they were putting trust in the promise of the faithfulness of God. I said, we didn't say this, and you only said it. Lord, you said it. We believe it. God said it. We believe it. And we release our faith. And that's it. അത്രേ ഉള്ളൂ. Amen. അതാണ് ഇവിടെ സംഭവിച്ചത്. So what happened? Finally, they become, അവർ അനേകം മക്കളുടെ പിതാവായി, അനേകം മക്കളുടെ അമ്മയായി. So they become the father of many nations. അനേകം രാജ്യങ്ങളുടെ അപ്പനായിട്ട് മാറുക. Hallelujah. Thank you, Jesus. So ഇതെങ്ങനെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അവരുടെ വിശ്വാസത്തെ അവർ ഏൽപ്പിച്ചു കൊടുത്തു. ഈ തലമുറയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തയിലേക്ക് നോക്കുക, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട്. അത് ഈ ഭൂമിയിൽ എവിടെയോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. സോ we need to dare to believe that promise and release our faith towards it. As a result, നമ്മൾ കണ്ടത് he became, അവിടുന്ന് എന്താ സംഭവിച്ചത്? അവൻ ബഹുജാതികൾക്ക് പിതാവായി മാറി. ഇന്നത്തെ കാലത്ത് മോഡേൺ എബ്രഹാമായിട്ട്, മോഡേൺ സാറയായിട്ടൊക്കെ ദൈവം പലരെയും കണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അതിനേക്കാൾ വലുത്, ഗ്രേറ്റർ തിങ്സ്. യേശു പറഞ്ഞ എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയവ, അതിലും വലിയവ
ഇതാണ് കർത്താവിൻ്റെ എക്സ്പെക്റ്റേഷൻ. അല്ലാതെ കൊണ്ട് നമ്മൾ ചുരുങ്ങി ഇല്ലാതെ പോവുകയല്ല. അങ്ങനത്തെ ഒരു വിശ്വാസമല്ല നമുക്ക് തന്നിരിക്കുന്നത്. വി ആർ ഗോയിങ് ടു എൻലാർജ് അവർ ടെറിട്ടറി. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. വളരട്ടെ. വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെ ലോകം മുഴുവനും ജീവിക്കുന്ന കർത്താവിനെ നമ്മളിൽ കൂടി കാണാൻ ഇടവരട്ടെ. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമുക്ക് ഇതിങ്ങനെ എന്താ പറയുന്നത്, ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രോജക്റ്റുകൾ അടുത്തത്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. അടുത്ത കൊച്ചു കാര്യങ്ങളിൽ മടുത്തു പോയി അവിടെ ഇരിക്കാതെ എഴുന്നേറ്റ് അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുക. റിലീസ് ഓഫ് ഫെയ്ത്ത്. ഒരു പക്ഷേ നമ്മൾ പറയും, അത് ചെയ്ത് ഞാൻ പരാജയപ്പെട്ടു, ഇത് ഞാൻ ചെയ്ത് പരാജയപ്പെട്ടു. വായ്. ഈ യാത്രയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാണ്. ഈ തലമുറയിൽ കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓർപ്പിച്ചല്ലോ, പ്രോഫറ്റിന് ചുറ്റും അവിടെ എന്തുണ്ടായിരുന്നു? അതായത് അഗ്നിമയമായ കുതിരകളും രഥങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സ്വർഗീയ സൈന്യം തന്നെ അവിടെ പ്രസൻ്റ് ആയിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണത് കാണാൻ കഴിഞ്ഞത്. സോ നമ്മൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കുന്നത് വരെ ഇതൊന്നും വെളിപ്പെടത്തില്ല. എല്ലാം അതുപോലെ തന്നെ കിടക്കും. ബട്ട് യു ടേക്ക് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് ആൻഡ് മൂവ് ഫോർവേഡ്. ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തോ, അതവിടെ വെളിപ്പെട്ടിരിക്കും. ഇറ്റ് വിൽ റിവീൽ ദ. നമ്മൾ കാണുന്നു, ആത്മമണ്ഡലത്തിൽ ലോകത്തിൽ വെളിപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാനുണ്ട്. എന്തിനാ ഈ മിറക്കിൾസ് എന്നൊക്കെ നമ്മൾ എപ്പോഴും മിറക്കിൾസിനെ ഹൈലൈറ്റ് ചെയ്ത്, ഇപ്പം ഞാൻ മിറക്കിൾസിനെ കുറിച്ച് കൂടുതൽ പറയുന്ന ആളാണ്. കാരണം എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മിറക്കിൾസിലും യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ഈ മിറക്കിൾസ് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ എന്തിനാ ഓരോ മിറക്കിൾ ചെയ്യുന്നത്? ഓരോ മിറക്കിൾ ചെയ്യുമ്പോഴും എവിടെയോ ഒരു അവിശ്വാസിയെ ഇത് തൊടുന്നുണ്ട്. എവിടെയോ ഒരു വിശ്വസിക്കാത്ത ഒരാളിനെ അല്ലെങ്കിൽ ഒരാളിനെ ദൈവരാജ്യത്തിലേക്ക് ഇതിൽ കൂടി ആദായപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്നു, വൺ മിറക്കിൾ, മേ ബി സംടൈംസ് വൺ മിറക്കിൾ ക്യാൻ സെറ്റിൽ സോ മെനി ഇഷ്യൂസ്. ആ മുടന്തനായ മനുഷ്യൻ, 40 വയസ്സിലധികം പ്രായമുള്ള മുടന്തനായ മനുഷ്യൻ, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ അടുക്കലിരുന്ന മനുഷ്യൻ, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസ്, യോഹന്നാന്മാർ അവനെ എഴുന്നേച്ചപ്പോൾ അന്നത്തെ ദിവസം 5000 പേരാണ് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ചെന്നത്. അപ്പോൾ വിശ്വസിക്കാത്ത വലിയൊരു കൂട്ടത്തിനത് അടയാളമായി മാറി. ദേ സ്റ്റാർട്ടഡ് ടു ബിലീവ്. ദേ ഓൾ സ്റ്റാർട്ടഡ് പ്രൈസിങ് ഗാഡ്. വൈ? വാട്ട് ഇറ്റ് ഷോസ്? ഇറ്റ് ഷോസ് വൺ മിറക്കിൾ can attract so many unbelievers. So അത് നടക്കട്ടെ. വേണ്ടാത്തവർക്ക് അത് വേണ്ട, നടക്കട്ടെ. അത് വിശ്വസിക്കാത്തവരെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു അടയാളമായിട്ട് അവിടെ മാറട്ടെ. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ നോക്കി, വിശ്വാസത്തിൻ്റെ ഒരുപാട് പുതിയ മണ്ഡലങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കാനുണ്ട്. ഒരുപക്ഷെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടാനുണ്ട്. പക്ഷേ നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോ ദിവസവും വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തുറന്നു വിട്ടുകൊണ്ടേയിരിക്കുക. ഡോണ്ട് ബി ലിമിറ്റഡ്, ഡോണ്ട് ബി controlled by any outside forces, but let us move forward with confidence and courage and be ready to do what God wants to do. ദൈവം പറയുന്നത് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും അതിനുവേണ്ടി നിന്നുകൊണ്ടേയിരിക്കുക. അല്ലാതെ നമ്മൾ വൺസ് ഇൻ എ വൈൽ ഒരു കാര്യം ചെയ്തു, പിന്നെ നമ്മൾ അടുത്ത ഒരു വർഷത്തേക്കൊന്നും ചെയ്യാതെ നമ്മൾ അകത്ത് കയറിയിരിക്കുകയല്ലേ. നോ, വി ഹാവ് ടു മൂവ്. വി ഹാവ് ടു ബി ഓൺ ദ മൂവ്. എപ്പോഴും നമ്മൾ അവിടെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. ഇനി നമ്മൾ ഈ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ശദ്രക്, മേശക്, അബേദ്നെഗോ ബാലന്മാരുടെ കഥ നമ്മൾ കാണും. ഈ കഥയിൽ അത് ചരിത്രത്തിൽ ഒരിക്കൽ പോലും അവർ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അവർ വിശ്വസിച്ചത്. കാരണം നമ്മൾ കാണുന്നത്, ഇവരെ അതായത് കത്തുന്ന തീക്കകത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നെബൂഖദ്നേസർ ഉത്തരവിട്ടത്. അപ്പോൾ ഈ കത്തുന്ന തീച്ചൂളയ്ക്കകത്ത് വേറെ ആരെങ്കിലും നേരത്തെ വിടുവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നോ, ഇറ്റ്സ് നെവർ ബീൻ ദർ. ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ 3 ബാലന്മാർ അവർ വിശ്വസിച്ചു. ഇനി വേറൊരാൾക്ക് വേണ്ടി ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ബട്ട് വി ബിലീവ് ദർ ഇസ് എ ഗോഡ് ഹു ക്യാൻ ഡെലിവർ us ഫ്രം എനി സ്ട്രഗിൾ,
and any problem, any difficulty. So we dare to believe what God promised, and we are going to put our trust in the faithfulness of the living God. So ഈ തീക്കകത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകം അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഈ 3 ബാലന്മാർ ഓർക്കണം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ടൈം ദൈവത്തിൻ്റെ വാക്തത്തിന് വേണ്ടി തുറന്നു വിട്ടു. ഓൾ യങ് പീപ്പിൾ ഹു ആർ വാച്ചിങ്, all young people who are watching me today, God is speaking to you. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് വേറെ ആർക്കെങ്കിലും വേണ്ടി ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്കെടുത്ത് നോക്കി അവിടെ ഇരിക്കാതെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളുടെ മുമ്പിലേക്ക് തുറന്നുവിടാം. എനി ചലഞ്ച്, take it an opportunity to reveal God's glory. ഇവിടെ ഈ 3 ബാലന്മാർ വിശ്വസിച്ചു. എന്നിട്ട് തീക്കകത്ത് നേരത്തെ ആരെങ്കിലും വിടുവിച്ചിട്ടുണ്ടെന്നുള്ള കണക്ക് നോക്കാതെ അവർ റെഡി, they were ready to burn up in the fire. Even if we die, let us die. And even God comes and preserve or rescue us, that's okay. That's God, belongs to God. But anyway, we are going to believe the promise of God. Anyway, we are going to put our trust in the promise and the faithfulness of God. They believed. Result, എന്താ കണ്ടത്? ലോകം ഇന്ന് വരെ കാണാത്ത ഒരു മണ്ഡലം അവിടെ തുറക്കപ്പെടുകയാണ്. ഇത് തന്നെയാണ് കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 4മതൊരാൾ ഇറങ്ങി വന്നു. He was faithful. He was faithful in the fire even. ആ തീക്കകത്തിൽ വന്ന് അവരെ വിടുവിക്കുക മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ ചരിത്രത്തെ മാറ്റി എഴുതി. ഇതുപോലത്തെ ഒരു കാലഘട്ടത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുക. ഈവൻ ഗ്രേറ്റർ തിങ്സ് are going to happen ahead of us if we can put our trust in the promise of the one who promised, and he is faithful and he will never change his word. Can I pray with you right now? ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവേ, ഇന്ന് എൻ്റെ കൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ വചനം കേട്ട ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാമെന്നുള്ള ഉറപ്പുണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ആഗ്രഹത്തോടും ആവേശത്തോടും പാഷനേറ്റായിട്ട് അതിനുവേണ്ടി ഓടുവാൻ, അത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് രോഗത്തിലോ ഭാരത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ അവരെ തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. കൊറോണയുടെ ഭീതിയിലിരിക്കുന്ന മക്കൾ ഇപ്പോൾ തന്നെ ഫ്രീ ആകട്ടെ. അങ്ങനെ രോഗത്തിൻ്റെ അവസ്ഥയിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തിൻ്റെ കരം ഈ മക്കൾക്കായി നീട്ടപ്പെടട്ടെ. ഈ ചാനലിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിച്ച ഓരോ മക്കളുടെ ജീവിതത്തിലും ഇത് ബ്ലെസ്സിംഗ് ആയി മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ചാനലിലേക്ക് വരാൻ അവസരം തന്ന ഇതിൻ്റെ അഡ്മിൻ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.